നമുക്ക് ഈ കാര്യത്തിൽ കാലേകൂട്ടി മുന്നൊരുക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അതിലൊരു കാര്യം. ഏതാണ്ട് ജൂലൈ മാസത്തിൽ തന്നെ ആദ്യത്തെ അവലോകന മീറ്റിംഗ് നമ്മൾ സന്നിധാനത്തിൽ പോയി തിരിച്ച് പമ്പയിൽ വന്ന് കൂടി തുടക്കം കുറിച്ചു. പിന്നീട് നമ്മൾ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലും അതേപോലെ തന്നെ ഓൺലൈനായും പിന്നീട് വിവിധ ഇടത്താവള കേന്ദ്രങ്ങളിലും അതോടൊപ്പം കേന്ദ്രീകരിച്ചും നിരവധി മീറ്റിങ്ങുകളാണ് ഇതിനു വേണ്ടി നമ്മൾ കൂടിയത്. ആ കൂടലുകളൊക്കെ വെറും മീറ്റിങ്ങുകളായിരുന്നില്ല. എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും അനുഭവ സമ്പത്തുള്ളവരും ഒട്ടനവധി ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഏത് തരത്തിൽ പോയാൽ നമുക്ക് കുറ്റമറ്റതാക്കി മാറ്റാം എന്നുള്ള അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തിയപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ അനുഭവ സമ്പത്തുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഓരോ മീറ്റിങ്ങും നമ്മൾ പര്യവസാനിച്ചതും. ഒപ്പം വീണ്ടും റിവ്യൂ ചെയ്യുമ്പോൾ എടുത്ത തീരുമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി പോകുന്നതിൻ്റെ ഉള്ളടക്കവുമാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അവിടെയാണ് നമ്മുടെ ഈ രംഗത്തെ എല്ലാ നീക്കങ്ങളും വിജയകരമായി മാറിയത്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെങ്കിലും ഒന്ന് വേർതിരിച്ചു പറയാനില്ല. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം അവരവരുടേതായിട്ടുള്ള കഴിവുകളും ശേഷികളും ഉത്തരവാദിത്വ ബോധവും ഉയർന്ന രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ അവർ ഏർപ്പെട്ടത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം, അഭിനന്ദനാർഹമായ കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഒരുമയോടുകൂടി ഏത് വിഷയത്തിൽ നീങ്ങിയാലും നിശ്ചയമായും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് ഏത് ദൗത്യവും എത്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഈ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം എന്ന അഭിമാനത്തോടെ ഞാൻ പറയും. ഒരു വള്ളം ലക്ഷ്യസ്ഥാനത്ത് സമയത്തെത്തണമെങ്കിൽ എല്ലാവരും ചേർന്ന് തുഴയണം. അതിലാരെങ്കിലും ഒരാൾ ന്യൂട്രടിച്ചാൽ നമ്മൾക്കറിയാം അതിൻ്റെ സംഭവം എന്തായിരിക്കും. ഇവിടെ എല്ലാവരും ചേർന്ന് ടീമംഗങ്ങളായി എന്ന് തുഴയെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യസ്ഥാനത്ത് വള്ളം എത്തിച്ചേർന്നത്. അതിൽ എല്ലാ അർത്ഥത്തിലും പ്രായോഗികമായ അനുഭവ സമ്പത്തുള്ള ഒട്ടനവധി ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെ നമുക്ക് തന്നിരുന്നു. ചോദിച്ചവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ശിരസാവഹിച്ചു. അദ്ദേഹം തന്നെ 2 പ്രാവശ്യം നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്തു. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. ആ തരത്തിൽ ഓരോ രംഗത്തും ഇടപെട്ട് മുഖ്യമന്ത്രിയോടൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിച്ചു. നമ്മുടെ റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടതൊക്കെ സഹകരിച്ചു. വനം മന്ത്രി നമ്മുടെ 2 മീറ്റിങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം സഹകരിച്ചിരുന്നു. നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ആവശ്യമായ വെള്ളം നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ആ വിഷയത്തിൽ അവിടെ ഇടപെട്ട സംഭവമുണ്ട്. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഏറ്റവും അവസാനം സന്നിധാനത്തിൽ നമുക്ക് റിട്ടേൺ വരെ നമ്മൾ ആലോചിച്ചു. ആ റിട്ടേൺ സമയത്തുണ്ടാകാവുന്ന ഒരു ക്രൗഡും ആ ക്രൗഡ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ആലോചിച്ചപ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം നമുക്ക് ഇറങ്ങി വരുന്ന തീർത്ഥാടകർക്ക് സമയബന്ധിതമായി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 800-ൽ പരം വാഹനങ്ങളാണ് നമുക്ക് മകരവിളക്ക് ദിവസം അറേഞ്ച് ചെയ്ത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഈ രംഗത്ത് സഹകരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി നമ്മുടെ വൈദ്യുതി ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ ആ കാര്യങ്ങളെല്ലാം ഇടപെട്ട് സഹകരിച്ചു. നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അവരുടെ എല്ലാ വകുപ്പുകളും സപ്ലൈകോ ആയിരുന്നാലും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് തരത്തിൽ ലീഗൽ മെട്രോളജി ആയിരുന്നാലും അവരെല്ലാം നമ്മുടെ ഫുഡ് സേഫ്റ്റി ഇതെല്ലാം കൃത്യമായി ഇടപെടാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ട ഈ വകുപ്പുകളെല്ലാം കൃത്യമായി ആ മന്ത്രിമാർ ഇടപെട്ടിരുന്നു, അവരുടെ ഉദ്യോഗസ്ഥ പ്രമുഖർ ഇടപെട്ടിരുന്നു. ആ വന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ ദൗത്യം നിർവഹിച്ചു. അതിലേറെ പ്രധാനത്തോടു കൂടി ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വ മിഷനും അതോടൊപ്പം തന്നെ നമുക്ക് താഴെ നിലവാരത്തിൽ ലഭിക്കേണ്ട വലിയ രൂപത്തിൽ അവരുടെ സേവനം ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ലഭ്യമായ സൗകര്യങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. എക്സൈസ് വകുപ്പിൽ നിന്നും അത്തരത്തിലുള്ള സഹായങ്ങളുണ്ടായി. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകളും കൃത്യമായി ആ രംഗത്ത് ഇടപെടാൻ ബന്ധപ്പെട്ട മന്ത്രിമാരോട് അഭ്യർത്ഥിച്ചപ്പോൾ അവരെല്ലാം അതിൽ നിന്ന് അവരവരുടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് സഹായിക്കാൻ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പായിരുന്നു ഞങ്ങൾ ആദ്യം ഈ രംഗത്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിൽ പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് എഞ്ചിനീയറും മറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുമെല്ലാം വിവിധ തലങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചിരുന്നു. അപ്പോൾ ഈ രംഗത്ത് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്കാണോ പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങിയത്, ആ ഒരുക്കങ്ങളെല്ലാം ഉള്ളടക്കത്തോട് പരിശോധിക്കുമ്പോൾ സമയബന്ധിതമായി ഓരോന്നും പൂർത്തീകരിക്കാൻ കഴിയും.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.